നമുക്ക് കേരള കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് കൂടി നോക്കണം. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം വരുന്ന തീരുമാനങ്ങൾ അത് നിർണായകവുമാകും. ഏതായാലും ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ കേരള കോൺഗ്രസ് തയ്യാറാകുന്നു എന്നതാണ്. 4 സീറ്റുകൾ തിരികെ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഏറ്റുമാനൂരും മറ്റൊരു സീറ്റും നൽകാമെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. സീറ്റ് വിഭജന ചർച്ചകൾ ഏതായാലും തുടരുന്നുണ്ട്. ലെബി സജീന്ദ്രനാണ് ചേരുന്നത്. ലെബി, 10 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ കേരള കോൺഗ്രസിൽ നിന്ന് 4 സീറ്റുകൾ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏറ്റുമാനൂർ വിട്ടു നൽകാം, മറ്റൊരു സീറ്റും നൽകാം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ചർച്ചകൾ ഏത് രീതിയിലാണിപ്പോൾ? വിനീത, ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു സീറ്റ് ഏറ്റുമാനൂരും മറ്റൊരു സീറ്റും കൂടി നൽകാവുന്ന രീതിയിലേക്കൊന്നും ചർച്ചകൾ എത്തിയിട്ടില്ല. പക്ഷെ അതിനാണ് സാധ്യത. അതിലേക്കായിരിക്കും കാര്യങ്ങൾ വരിക. ഇപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ഘട്ട ചർച്ച അനൌദ്യോഗികമായി നേരത്തെ നടന്നതാണ്. ഇന്ന് ചർച്ച ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നാളെയും തുടരും. KPC പ്രസിഡന്റ് ഇന്നത്തെ ആ ചർച്ചയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെയാണ് വിശദമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുക. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതുകൊണ്ട് തന്നെ ഇത്തവണയും 10 സീറ്റുകൾ തന്നെ വേണം എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് ചേർന്ന ഉന്നതാധികാര യോഗത്തിൽ പൊതുവെ എല്ലാവരും ഉയർത്തിയ ഒരു അഭിപ്രായം. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകൾ വിജയസാധ്യത തീരെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത കുറഞ്ഞതും കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ വിജയസാധ്യത ഉള്ളതുമായ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതനുസരിച്ചാണ് 4 സീറ്റുകളുടെ ഒരു ലിസ്റ്റ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് അംഗീകരിക്കാതെ കേരള കോൺഗ്രസ് നിൽക്കുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു ഏറ്റുമാനൂരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ മത്സരിപ്പിക്കാൻ ഏറ്റവും എലിജിബിളായ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളൊരു പോരായ്കയുണ്ട്. അതുകൊണ്ട് ആ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകിയേക്കും. അതുമാത്രമല്ല, അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഴവ കാൻഡിഡേറ്റ് മത്സരിക്കുകയാണെങ്കിൽ വിജയസാധ്യത ഉണ്ട് എന്ന് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നു. അവിടെ നാട്ടകം സുരേഷും G ഗോപകുമാറും ഒക്കെ ഉണ്ട് താനും എലിജിബിളായ കാൻഡിഡേറ്റ്സായി. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ആ നിലപാട്. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇടുക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലമോ ഇത്തരത്തിൽ നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും സീറ്റുകൾ ഏതെങ്കിലും നൽകുകയാണെങ്കിൽ പകരം സീറ്റ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലും നൽകിയാൽ പകരം പൂഞ്ഞാർ നൽകണമെന്നുള്ള നിലപാടൊക്കെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനുള്ളത്. എങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരു അനുനയത്തിന് ഇത് നിർബന്ധിതനാകുന്ന ഒരു അവസ്ഥ വരും. അനുനയ നീക്കത്തിന് തന്നെയായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. അതല്ലാതെ പി ജെ ജോസഫുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടും വളരെ നല്ല ബന്ധത്തിലാണ് കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളുമെല്ലാം പോകുന്നത്. അതുകൊണ്ട് തന്നെ PJ ജോസഫിനും കേരള കോൺഗ്രസിനും ഹിതകരമായ രീതിയിൽ ഒരു അനുനയ ചർച്ചയിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരിക്കും ഉദ്ദേശിക്കുക. സീറ്റ് വിട്ടു നൽകേണ്ട ഒരു ഘട്ടം വന്നാലും പിന്നീട് ഭരണം കിട്ടുന്ന ഒരു അവസ്ഥയിൽ കോർപ്പറേഷനോ ബോർഡോ ഒക്കെ കൂടുതലൊക്കെ നൽകി അല്ലെങ്കിൽ അർഹമായത് നൽകി അതിനൊക്കെ ഒരു അനുരഞ്ജന നീക്കമായിരിക്കും ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ശരി, ഏതായാലും അത്തരം ചർച്ചകൾ പുരോഗമിക്കുക തന്നെയാണ്. ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാം എന്നൊരു നിലയിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എത്തുന്നു എന്നാണ് ലെബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം മറ്റൊരു സീറ്റ് കൂടി വിട്ടു നൽകിയേക്കും. ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഏതായാലും വരിക.